മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിയെ കണ്ടെത്തി. കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഹൂപ്പോ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് കടമ്പോടുള്ള ഭഗവതിപ്പറമ്പിൽ മനോജിന്റെ വീട്ടുമുറ്റത്തെത്തിയത്. പക്ഷിയുടെ തലയിലെ പൂവും മറ്റു പ്രത്യേകതകളും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതൊരു സാധാരണ പക്ഷിയല്ലെന്നും വീട്ടുകാർക്ക് മനസ്സിലായത്. മരപ്പൊട്ടനെന്നും ഉപ്പൻകിളി എന്നുമാണ് കേരളത്തിൽ ഈ പക്ഷി അറിയപ്പെടുന്നത്. സാധാരണയായി മഞ്ഞുകാലത്തിന്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ദേശാടന പക്ഷിയാണിത്. ഉപ്പൂപ്പ എപ്പോപ്സ് എന്നാണ് ശാസ്ത്രീയ നാമം. ഹുപ്പോ പക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ തലയിലുള്ള ഭംഗിയുള്ള പൂവാണ്. പേടിക്കുമ്പോഴോ ആകാംക്ഷ തോന്നുമ്പോഴോ ഈ പൂവ് ഒരു വിശറി പോലെ വിടർത്തിപ്പിടിക്കാൻ ഇതിന് കഴിയും. ഈ പക്ഷിയുടെ ശരീരം പൊതുവെ മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ്. ചിറകുകളിലും വാലിലും കറുപ്പും വെള്ളയും ചേർന്ന വരകളുണ്ട്. ചുണ്ട് നീളമുള്ളതും അല്പം വളഞ്ഞതുമായ കറുത്ത ചുണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. മണ്ണിലെ ചെറിയ സുഷിരങ്ങളിൽ നിന്ന് പുഴുക്കളെയും പ്രാണികളെയും കുത്തിയെടുക്കാൻ ഈ ചുണ്ടുകൾ സഹായിക്കുന്നു. ഹൂപ്പ് 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 എന്നിങ്ങനെയുള്ള ശബ്ദമാണ് ഇവ ഉണ്ടാക്കുന്നത്. ഈ ശബ്ദത്തിൽ നിന്നാണ് ഹൂപ്പോ എന്ന പേര് വന്നത്. ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ് ഹൂപ്പോ. TCV ന്യൂസ്, കൊടകര.